ഓടിപ്പോയി. സത്യം പറഞ്ഞതൊരു കുഞ്ഞി സ്പേസ് ആണ്. ഇതാണ് കേട്ടോ നമ്മുടെ സ്മാർട്ട് ബോർഡ്. പ്രൈവസി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, പ്രൈവറ്റ് സ്പേസ് ആണ് ആക്ച്വലി. ഹലോ ഗൈസ്, ഞാനിപ്പം കൊടൈക്കനാലിലാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ട്രിപ്പ് വിത്ത് മൈ ഹസ്ബൻഡ്. ഫസ്റ്റ് ട്രിപ്പ് കുട്ടിക്കാനത്താണ് പോയത്, അതിലും അക്ഷയുടെ ഫാമിലി ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ കൊടൈക്കനാൽ വന്നിരിക്കുന്ന എൻ്റെ കസിൻസായിട്ടാണ്. ബാ, ഇത് എൻ്റെ കസിൻ ജിസ്ന. ഓക്കെ, ജിസ്നയും പിന്നെ എൻ്റെ ചേട്ടനും പിന്നെ ജിസ്നയുടെ ബ്രദറും ഉണ്ട്. അപ്പം ഞങ്ങൾ മൊത്തത്തിൽ 5 പേരാണ് ഇപ്പം കൊടൈക്കനാൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ മൊത്തം നല്ല വ്യൂ ആണ്. പക്ഷെ ഇപ്പം രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ലേറ്റായി. 3 മണിക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും എത്ര മണിയായി? 4:45 എന്തോ ആയി. നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ആ വ്യൂ ഒക്കെ അങ്ങോട്ട് പോയി. അപ്പം ഇത് കൊടൈക്കനാലിൽ ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ്. പൂമ്പാറ എന്നാണ് പറയുന്നത്. അപ്പം ഈ സ്റ്റേയുടെ പേര് ടിഹൈക്ക എന്നാണ്. അപ്പം ഞാൻ പ്രോപ്പർട്ടി ചുമ്മാ നൈറ്റിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ടെഹൈക്കയിലെ ഒരു ക്യാബിൻ. അപ്പുറത്ത് തന്നെ വേറെ ക്യാബിൻസ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് എൻ്റെ കസിൻസ് നിൽക്കുന്നത്. ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മൂണൊക്കെ വന്നേക്കുന്നതുകൊണ്ട് അവിടെ നല്ല വെട്ടമുണ്ട്. ആ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തേ. കുറച്ച് വിസിബിൾ ആയിട്ടുണ്ട് ഇവിടെ. നേരത്തെ ഭയങ്കര ഇരുട്ടായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടി വിസിബിൾ ആയിട്ടുണ്ട്. യെസ്, അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമോ എനിക്കറിയില്ല. അത് ഞാൻ മോർണിംഗിൽ ആ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ വാ, കമോൺ. ആണോ? ഓക്കെ, അപ്പോൾ വാ, ഒന്ന് ചുമ്മാ കാണിച്ചു തരാം. ഇത് ഒരു എന്താ പറയുക, വുഡ് കൊണ്ടാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്. എന്താ, ഇവിടെ ഇപ്പോൾ 3 പേരാണ് സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ ബ്രദറും പിന്നെ എൻ്റെ കസിൻസ് 2 പേരും. കണ്ടോ, ബെഡ് സ്പേസ് ഇതാണ്. ഇത് ഇവർ എക്സ്ട്രാ ഇട്ട് തന്നാണ്. ഒരു സോഫയായിരുന്നു, അതിപ്പോൾ ബെഡാക്കി സെറ്റ് ചെയ്ത് തന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു കുഞ്ഞി സ്പേസാണ്. ഇത്ര ഉള്ളൂ ശരിക്കും സ്ഥലം. ഓവനൊക്കെ ഉണ്ട്, പിന്നെ കുഞ്ഞി ഫ്രിഡ്ജും ഉണ്ട്. പിന്നെ ഇത് വാഷ്റൂമാണ്. വാഷ്റൂം ചുമ്മാ ഒന്ന് കാണിച്ചോ. വാഷ്റൂമൊക്കെ നല്ല വൈബാണ്. യെസ്, ഇത്രേ ഉള്ളൂ സ്പേസ് ആക്ച്വലി. ഇവിടെ ഫുഡ് കോംപ്ലിമെൻ്ററി അല്ല, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് പുറത്ത് നമുക്ക് ഇവിടെ തന്നെ ഇതിൽ സ്കാൻ ചെയ്യാം. ഇത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. യെസ്, ഗൈസ്, നമുക്കിവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. നമ്മളല്ലാണ്ട് അവൻ ഓടിപ്പോയി. അവൻ എന്നെ പേടിച്ച് ഓടിപ്പോയി. നല്ല തണുപ്പുണ്ട്. ഇവിടെ നിന്ന് കുറേ ലൈറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ വീടുകളും ഇതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ആണെന്ന് തോന്നുന്നു. നമ്മളുടെ ഇനിയുള്ള പരിപാടി ഫുഡ് കഴിക്കണം. ഫുഡ് ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ, അത് കഴിച്ചിട്ട് കിടക്കണം. രാവിലെ സൺറൈസ് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ എണീക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇനി നാളെ കാണാം. ഇവിടെ ഇപ്പം സമയം 7:30 കഴിഞ്ഞു. എൻ്റെ മോർണിംഗ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർഫാൾ. നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ നിന്നും അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സ്മാർട്ട് ബോർഡ്. ഒരു കുഞ്ഞി വീടാണ്. ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം, വായോ. അലക്സാ, പോസ്റ്റ് ദ മ്യൂസിക്. വായോ. ഇതാണ് നമ്മുടെ വ്യൂ. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. വാട്ടർഫോൾ കാണാം.
ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഒരു ലക്ഷറി സ്റ്റേ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് നിങ്ങൾക്ക് പറ്റിയൊരു പ്ലേസ് ആയിരിക്കുന്നത്. വ്യൂ ആണ് മെയിൻ. ഈ ഒരു സ്പേസ് ഇത്രേ ഉള്ളൂ ആക്ച്വലി. ഒട്ടും സ്പേഷ്യസ് അല്ല. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ താഴേക്കാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. വുഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുഞ്ഞു വീട്, പക്ഷെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു നേച്ചർ എൻജോയ് ചെയ്യണം എന്നുള്ളവർക്ക് ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും എന്ന് ഞാൻ പറയും. ഇവിടെ ഈ ഒരു കുന്നാണ് ടിഹൈക്കയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആ കാണുന്നതൊക്കെ ലക്ഷറി ഡോംസ് ആണ്, പക്ഷെ അത് ടിഹൈക്കയുടെ അല്ലെന്ന് തോന്നുന്നു. സ്മാർട്ട് ബോർഡിൻ്റെ താഴെയായിട്ട് കുറേ ക്യാബിൻസ് ഉണ്ട്. ഇന്നലെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, അവിടെയാണ് എൻ്റെ കസിൻസ് നിൽക്കുന്നത്. പിന്നെ ഗ്രില്ല് ബാർബിക്യൂ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സ്മാർട്ട് ബോർഡിലും ഉണ്ട്, ക്യാബിനിലും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ടേബിളും ചെയറൊക്കെ ഉണ്ട്. Thank you. See, മഞ്ഞുണ്ട കിടക്കണ മിസ്റ്റർ വെള്ളം പോലെ. 8 മണി കഴിഞ്ഞു. നല്ല തണുപ്പ് കുറവുണ്ട് ആക്ച്വലി. അത്ര തണുക്കുന്നില്ല എനിക്ക്. വാഷ്റൂം കാണിച്ചു തരാം കേട്ടോ. സ്മാർട്ട് ബോർഡിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വാഷ്റൂമാണ് ഇത്. ഇത് നമ്മുടെ സത്യം പറഞ്ഞ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്. പ്രൈവസി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് സ്പേസ് ആണ് ആക്ച്വലി. കണ്ടോ, നമ്മുടെ വാഷ്റൂമാണ്. നമ്മുടെ സ്മാർട്ട് ബോർഡ് ഇതാണ്. ഞാൻ വാഷ്റൂം എന്തായാലും നിങ്ങളെ കാണിച്ചു തരാമേ. ഇതാണ് സ്മാർട്ട് ബോർഡിൻ്റെ വാഷ്റൂമിലേക്കുള്ള വഴി. സൂക്ഷിച്ച് പോണം. ഈ ആദ്യം കാണുന്നതാണ് കേട്ടോ വാഷ്റൂം. അപ്പുറത്താണ് ടോയ്ലറ്റ്. വാവ്, ഷവറും ഉണ്ട്. നേച്ചർ കണ്ട് കുളിക്കാം. ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ഈ ഡോറ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഓപ്പൺ സ്പേസ് ആണ്. ടോയ്ലറ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ 2 വാഷ് ബേസും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞി മിറർ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പേരൊന്നും എനിക്കറിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലതാണ്. കുറച്ച് കൂടുതൽ വരട്ടിയേക്കാം. നല്ല ഹൈഡ്രേഷൻ കിട്ടട്ടെ. ഗൈസ്, നമ്മൾ ഫ്രഷായ സ്കിൻ കെയർ ഒക്കെ ചെയ്തു വന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് തിക്നെസ് കൂടുതലാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. പാൻ കേക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കട്ടെ. സോ ഗുഡ്. നമ്മുടെ ചെക്കൗട്ട് ടൈം ആവാറായി.
11 ആണ് ചെക്കൗട്ട് ടൈം. ഇപ്പോൾ 11 കഴിഞ്ഞു. നമ്മളപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദറിനെയും കസിൻസിനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവർ താഴത്തെ ക്യാബിൽ നിന്ന് റെഡി ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഇന്നലെ ഡിന്നർ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കഴിച്ചതല്ലോ. അപ്പോൾ ഇന്ന് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സെപ്പറേറ്റ് ഞങ്ങളുടേത് ഇങ്ങോട്ടേക്ക് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവരുടെ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ഓർഡർ ചെയ്തു. കാര്യം പോയി തിരിച്ച് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്റ്റെപ്സ് കുറച്ച് സ്റ്റീപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ സെപ്പറേറ്റിലാണ് കഴിച്ചത്. ജെഫിനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം അതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. ബോട്ടിങ്ങിന് കയറാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്, നോക്കാം. നിങ്ങൾ നമ്മൾ രണ്ടു വിളിച്ചാ വിട്ടോ നോക്കാം. ബോട്ടിങ് എങ്ങനെ ഉണ്ടായി? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും സന്തോഷം എനിക്ക് ആ താമര പറിക്കാൻ പറ്റിയതാണ്. താമരാണോ അമ്പലാണോ? താമര പിങ്ക് അമ്പലാണ്. ഇപ്പൊ അമ്പലിന്റെ കളർ എവിടെ പൂവന്തി എന്നിട്ട് ഞാൻ ജന്മന പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് പ്രകൃതി ഞാൻ കഴിച്ചപ്പോ 2.5-3 മണിക്കൂറത്തെ ഡ്രൈവിന്, ഐ മീൻ മലയിലുള്ള ഡ്രൈവിന് ശേഷം ഞങ്ങളിപ്പോൾ ഭൂമിയിൽ തിരിച്ചെത്തി. ചെവി തുറന്നിട്ടില്ല. ഒരു മലയാളി ഹോട്ടൽ കണ്ടു, അങ്ങനെ അങ്ങോട്ട് നിർത്തി. ഇപ്പം ഇനി ഫുഡ് കഴിക്കണം. ഞങ്ങൾ ലഞ്ചൊന്നും കഴിച്ചില്ല. ഞാനും അക്ഷയും ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിശന്നില്ല, പക്ഷെ ഇവർക്ക് വിശക്കുന്നുണ്ട്. നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൊടൈക്കനാലിലെ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞതേ നമ്മൾ വീട്ടിലെത്തി. ചേട്ടനെയും കസിൻസിനെയും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയിട്ട് അവിടെ നിന്ന് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇപ്പം ഇങ്ങോട്ടേക്ക് പോകുന്നത്. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നല്ല ക്ഷീണമുണ്ട് എനിക്ക്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും നല്ല ക്ഷീണമുണ്ട് എന്നുള്ളത്. ഇന്നത്തെ വ്ളോഗ് സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു വ്ളോഗാണ്. എനിക്ക് വ്ളോഗ് എടുക്കാനേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോഴേക്കും ചുമ്മാ കുറച്ച് ക്ലിപ്സൊക്കെ അങ്ങനെ എടുത്ത് വെച്ചു, ഒന്ന് വ്ളോഗ് ചെയ്യാം, അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വ്ളോഗാണ്. അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാനത് പരിഹരിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.